നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ ഒരുമാതിരി മന്ദബുദ്ധിയെ പോലെ പെരുമാറുന്നത്? നിനക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാവത്തില്ലേ? നീ ഇനി കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. ശിവാനി ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. പാടില്ല എന്ന് പറഞ്ഞ പാടില്ല. അത് എന്റെ തീരുമാനം. അത് അമ്മയുടെ തീരുമാനമാണെങ്കിൽ എനിക്ക് വേറെ തീരുമാനങ്ങളുണ്ട്. ശിവാനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേ പറ്റൂന്നുണ്ടെങ്കിൽ അവളോടൊപ്പം ഞാനും കാണും. എന്തോന്നാണ് നീ പറയുന്നേ? ഇവിടെ നടന്നതല്ല നീ കണ്ടതും കേട്ടതുമല്ലേ? എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? എടാ, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. ഒരു നിസാർ തെറ്റല്ല ശിവാനി ചെയ്തത്. ഈശ്വരമംഗലം തറവാടിന്റെ അധികാരത്തിന്റെ അടയാളമാണ് ഇവള് മോഷ്ടിച്ചെടുത്ത് ഈ കള്ളൻ കൊടുത്തത്. അതെന്താ നീ മനസ്സിലാക്കാത്തെ? ശിവാനി മോഷ്ടിച്ചോ നിങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊരു പ്ലാനിങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായതാ. ആര് പ്ലാൻ ചെയ്തു? ഞാനാണോ? അല്ലാതെ പിന്നെ ആരാ? എന്റെ പെറ്റമ്മയാണെന്ന് പറയുമ്പോഴും ഈ ദത്തുപുത്രന് വേണ്ടിയിട്ട് മരിക്കാൻ വേണ്ടി നടക്കൂലേ അമ്മ? നോക്ക് പ്രണവേ, ശിവാനി തെറ്റ് ചെയ്തു നീ ഏട്ടത്തെ തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞു. ഇവളെ ഇറക്കി വിടുമ്പോ നീ എന്തിനാ കൂടെ ഇറങ്ങി പോവാൻ നിക്കുന്നേ? ആന്റി ഞാൻ മോഷ്ടിച്ചത് വിശ്വസിക്കുകയാണോ? എന്താ ആന്റി ഇത്? നിന്റെ കെട്ടിയനൊഴികെ ബാക്കി എല്ലാവർക്കും നീ കട്ടു എന്ന് ബോധ്യമായി. മര്യാദക്ക് ഇറങ്ങി പോടി ഇവിടുന്ന്. അമ്മേ, അങ്ങനെ തള്ളിയിറക്കി വിടാനും വേണ്ട. ശിവാനി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ നിമിഷം ഞാനും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കും. വാ ശിവാനി, നമുക്ക് പോവാം. എന്തോന്നാടാ മോനെ ഇത്? നീ എന്തിനാ ഇവള് ചെയ്ത തെറ്റിന്റെ പാപഭാരം ഏറ്റെടുക്കുന്നത്? എടാ, ഇത് നിന്റെ വീടാ. നീ ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട. ഇവള് നിന്റെ ജീവിതം നശിപ്പിക്കും. നിന്റെ ജീവന് പോലും ആപത്താ മോനെ. അമ്മ ഒന്ന് മിണ്ടായിരിക്കമ്മേ. ശിവാനി ഇവിടെ നിന്ന് ഇറങ്ങണമെന്നുള്ളത് അമ്മയുടെ വാശിയല്ലേ? അങ്ങനെയാണെങ്കിലേ ഞാനും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഞാനും പോവും. ശിവാനി ഇറക്കി വിട്ടാ നീയും പോന്നാണോ പറയുന്നത്? നിന്റെ ഉറച്ച തീരുമാനമാണോ? അതെ, ഉറച്ച തീരുമാനമാ. അത് ശരി, അങ്ങനെയാണല്ലേ? ആ, എങ്കിലൊരു കാര്യം ചെയ്, നീയും ഇറങ്ങിക്കോ. ഇനി ഇവളെ ഈ വീട്ടിൽ തുടരാൻ അനുവദിച്ച് ഈ കുടുംബം തന്നെ നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇറങ്ങു വെളിയിലെ രണ്ടുപേരും. ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ കണ്ടുപോകരുത്. ഇറങ്ങടാ. അമ്മേ, എന്താ ഇത്? ഏടത്തി എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ അല്ലാതെ പെറ്റ തള്ളിയുടെ വാക്കിനേക്കാൾ വലുതാണ് ഈ കള്ളിയായി വിളക്കി. പിന്നെ എന്താ വസ്തു ഞാൻ ചെയ്യേണ്ടത്? ഇറങ്ങി പോട്ടെ രണ്ടും എവിടെയെങ്കിലും. അപ്പൊ എന്നെ ഇറക്കി വിടാനാണ് അമ്മയുടെ തീരുമാനം അല്ലേ? ഞാൻ പറയുന്നത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെയാണ് എന്റെ തീരുമാനം. ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ സാധിച്ചെടുത്തല്ലോ. തൃപ്തിയായി കാണാൻ രണ്ടുപേർക്കും. എന്റെ അവകാശം ഞാൻ ചോദിച്ചു പോയതാ, ഞാൻ ചെയ്ത തെറ്റ്. അതിന് രണ്ടുപേരും കൂടെ ചേർന്ന് അമ്മയെ കൂടി കയ്യിലെടുത്തിട്ട് എന്നെ തന്നെ ഈ വീട്ടിന് പുറത്താക്കി. കാണിച്ചു തരാ ഞാൻ. വാശിവാനി, നമുക്കിറങ്ങാം. പ്രണവേ, പ്രണവേ, പ്രണവേ പറയുന്നത് കേൾക്ക്. നീ എങ്ങോട്ടേ പോകുന്നേ? എങ്ങോട്ടാ നീ പോകുന്നേ? ഉടനെ ഇറങ്ങി പോവാണോ? പ്രണവേ പറയുന്നത് കേൾക്ക്. എവിടേക്കാണ് പോകുന്നത്? നിൽക്കണ അവിടെ. പ്രണവേ, പ്രണവേ, കേൾക്ക്. പ്രണവേ നിൽക്കാനല്ലേ പറഞ്ഞത്? പ്രണവേ, എടാ പോവല്ലേ? മോനെ, പ്രണവേ നിൽക്കാൻ.